IPLൽ തങ്ങളുടെ ആദ്യ കളി തോറ്റുകൊണ്ട് തുടങ്ങുകയെന്ന ശാപം തീർത്ത് മുംബൈ ഇന്ത്യൻസ്. വാങ്കഡയിലെ കരുത്തന്മാരുടെ പോരാട്ടത്തിൽ 3 തവണ IPL ജേതാക്കളായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ 6 വിക്കറ്റിന് തോൽപ്പിച്ചുകൊണ്ടാണ് മുംബൈ ഇന്ത്യൻസ് ഗംഭീരമായി തങ്ങളുടെ സീസൺ ആരംഭിച്ചിരിക്കുന്നത്. 2012-ന് ശേഷം ആദ്യമായിട്ടാണ് മുംബൈ ഇന്ത്യൻസ് സീസണിലെ ആദ്യ മത്സരം വിജയിക്കുന്നത് എന്ന പ്രത്യേകതയും ഈ മത്സരത്തിനുണ്ട്. പ്രതീക്ഷിച്ചതുപോലെ റൺമഴ കണ്ട മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിൻ്റെ ബാറ്റിംഗ് കരുത്തിന് മുമ്പിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് നിസ്സഹായരാവുകയായിരുന്നു. 221 റൺസിൻ്റെ വലിയ വിജയലക്ഷ്യമാണ് മുംബൈക്ക് മുന്നിൽ KKR നൽകിയത്. എന്നാൽ സ്ഫോടനാത്മക ബാറ്റിംഗുമായി ഓപ്പണർമാരായ രോഹിത് ശർമ്മയും റിക്കിൾട്ടനും അഴിഞ്ഞാടിയതോടുകൂടി മത്സരം ഓപ്പണിംഗ് വിക്കറ്റിൽ തന്നെ മുംബൈ കൈപ്പിടിയിൽ ഒതുക്കുകയായിരുന്നു. വെറും 19.1 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടപ്പെടുത്തിക്കൊണ്ട് അനായാസമാണ് മുംബൈ ഇന്ത്യൻസ് വിജയത്തിലേക്ക് കുതിച്ചെത്തിയത്. ഓപ്പണിംഗ് വിക്കറ്റിൽ വെറും 11.5 ഓവറിൽ രോഹിത് റിക്കിൾട്ടൺ സഖ്യം 148 റൺസ് വാരിക്കൂട്ടിയപ്പോൾ തന്നെ മത്സരം KKRൽ നിന്നും വഴുതിപ്പോയിരുന്നു. 38 ബോളിൽ 6 വീതം 4ഉം 6ഉം ഉൾപ്പെട്ടതാണ് രോഹിത് ശർമ്മയുടെ ഗംഭീര ഇന്നിങ്സ്. വിൻറ്റേജ് രോഹിത് ശർമ്മയെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലാണ് രോഹിത് ശർമ്മ മത്സരത്തിൽ കളിച്ചത്. റിക്കിൾട്ടൺ 43 ബോളിൽ 4 4ഉം 8 6ഉം പറത്തി. ടോസിന് ശേഷം ബാറ്റിങ്ങിന് അയക്കപ്പെട്ട കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് 4 വിക്കറ്റിനാണ് 220 റൺസ് എന്ന മികച്ച ടോട്ടൽ അടിച്ചെടുത്തത്. ഓപ്പണറും ക്യാപ്റ്റനുമായ അജിങ്ക്യ രഹാനെ 67 റൺസ് നേടി. ഓപ്പണിംഗിൽ തിളങ്ങിയ രഹാനെ 40 പന്തിൽ 67 റൺസാണ് അടിച്ചുകൂട്ടിയത്. 3 4ഉം 5 6ഉം രഹാനയുടെ ബാറ്റിൽ നിന്നും പിറന്നു. ഇരു ടീമുകളും റൺമഴ പെയ്ച്ച മത്സരത്തിൽ മുംബൈക്ക് വേണ്ടി 4 ഓവറിൽ 39 റൺസ് മാത്രം വഴങ്ങി 3 വിക്കറ്റെടുത്ത ഷാർദുൽ താക്കൂറാണ് മത്സരത്തിലെ കേമൻ.